നമുക്കെല്ലാം അറിയാം. നാളുകളിൽ നോക്കിയാൽ ആദ്യം നമ്മുടെ ശില്പ മേഡമാണ് ഇതിൻ്റെ കേസിൻ്റെ പൂർണ്ണമായി ലീഡ് ചെയ്തത്. നമ്മുടെ ഉദ്യോഗസ്ഥരായിരുന്ന സാറ്, അതുപോലെ തന്നെ മദൻ കുമാർ സാറ്, നിശാന്തി മേഡം വധശിക്ഷ അവസാന ഘട്ടങ്ങളിൽ അറിയാമായിരുന്നു. പ്രോസിക്യൂഷൻ്റെ ഒരു നല്ല സമീപനം അവസാന രീതിയിലുള്ള സമയത്ത് ഇത് ഇങ്ങനെ ഒരു വധശിക്ഷ തന്നെ കിട്ടണം, അത് തന്നെയാണ് ഞങ്ങൾ തുടക്കം തന്നെ വിചാരിച്ചത്. അത് തന്നെയാണ് കിട്ടിയത്. കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ലൊരു നിമിഷമാണ്. കോടതി വലിയ രീതിയിൽ പോലീസിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതെ, കോടതി വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ചു. ഞങ്ങളിതിൽ ഏറ്റവും വലിയ ഓഫീസർ മുതൽ ചെറിയ ആൾക്കാർ വരെ ഇതിലുണ്ടായിരുന്നു. ആ ടീമിലുള്ള എല്ലാവരുടെയും അശാന്ത പരിശ്രമമാണ് ഇത്തരത്തിലുള്ള ഒരു വിധി നിർണ്ണയത്തിന് കൊണ്ടെത്തിക്കാൻ പറ്റിയത്. വളരെ പ്രാഥമിക സാക്ഷികൾ പോലും ഇല്ലാതിരുന്ന ഒരു കേസായിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അന്വേഷണം കാര്യങ്ങളും? പ്രാഥമിക സാക്ഷികളില്ലായിരുന്നു. ഞങ്ങൾക്ക് CCTV ദൃശ്യങ്ങളും അന്ന് കൂടെ പോയ ഒരു പ്രധാന സാക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ എവിഡൻസുകളും ഞങ്ങളെ കോർത്തെടുത്തു. ഇത്തരത്തിലൊരു നല്ല വിധി പ്രതീക്ഷിച്ചിരുന്നു. കിട്ടിയാണ് സന്തോഷം. പോലീസുകാരൻ നിലയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ട ഒരു അംഗം നിലയിൽ വളരെ അഭിമാനം. ഈ ഒരു ഭീഷണി കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനും വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടൊരു അന്വേഷണം. നിങ്ങൾ അറിയാമല്ലോ, ഒരു ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത കേസിൽ കഷായം കൊടുത്തു, കഷായത്തിൽ വിഷം കലക്കി കൊടുത്തു എന്ന് പറയുന്നെങ്കിലും ആ വിഷം ആര് കലക്കി കൊടുത്തു, എവിടെ നിന്ന് കിട്ടി, ഈ മരണപ്പെട്ട ഷാരോൺ രാജ് എപ്പോൾ അവളുടെ വീട്ടിലെത്തി, എപ്പോൾ തിരിച്ചു, ഇതൊന്നും കണ്ട ദൃക്സാക്ഷികൾ ആരുമില്ല. ഈ കേസിൽ ആരുമില്ല. അന്ന് ഷാരോൺ രാജിൻ്റെ ഫ്രണ്ട് മാത്രമാണ് പറയുന്നത് അവിടെ കൊണ്ടാക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ നിന്നും ഈ കേസിനെ ഈ രീതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. ട്രീറ്റ് ചെയ്ത ഡോക്ടർമാരും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും വ്യക്തമായി കോടതിയിൽ എവിഡൻസ് കൊടുത്തു. അത് തന്നെയാണ് ഇതിനകത്ത് നിർണായകമായത്. കാരണം ഇങ്ങനൊരു എവിഡൻസ് അദ്ദേഹത്തിൻ്റെ ആ കുട്ടി പയ്യൻ്റെ ശരീരത്തിൽ കടന്നു പോയെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം 14 ദിവസം വളരെ എന്ത് പറയാനാണ് വളരെ പ്രയാസപ്പെട്ട് അത് മരണത്തിൽ മരിച്ചത് കോടതിക്കും ബോധ്യമായി നമുക്ക് നിരത്താനും കഴിഞ്ഞതാണ്. തെളിവുകളും കണ്ടെത്തിയതിനു ശേഷം അതിന് കുറ്റപത്രം തയ്യാറാക്കി ഉള്ള തെളിവുകളാണ്. പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകൾ, പിന്നെ നമ്മളെ മെഡിക്കൽ എവിഡൻസ്, സൈബർ എവിഡൻസ്, പിന്നെ അതുപോലുള്ള എല്ലാ തെളിവുകളും കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ കോടതി അത് പിന്നെ രാവിലെ 12 മണിക്ക് പോയാൽ പരമാവധി പരീക്ഷയാണ്. ശരീരത്തിലൊക്കെ രാത്രി ചുരുക്കം പറഞ്ഞാൽ എനിക്ക് പറയാമല്ലോ, ഒരു റേഷൻ വാങ്ങണമെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം പോയി വാങ്ങിക്കാൻ അത്രയ്ക്ക് സമയബന്ധിതമായി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്ര ഡെഡിക്കേഷനായിരുന്നു എല്ലാവരും. കേസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസെപ്റ്റ് ഇതിനകത്ത് നമ്മുടെ ഓഫീസേഴ്സ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തരികയും അന്നുണ്ടായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശില്പ മേഡം ഈ കേസിനെ കുറിച്ച് നല്ലൊരു ഗൈഡ് ലൈനാണ് തന്നത്. അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് നമ്മളൊക്കെ അസിസ്റ്റ് ചെയ്യുകയായിരുന്നു. സാറായിരുന്നു നമ്മുടെ മെയിൻ ഓഫീസറായിട്ട്.